സിസ്റ്റർ, ആ പേഷ്യന്റിന്റെ ബീറ്റ എക്സിജി ആയിരുന്നോ? എത്ര ഉണ്ട്? 3000 മാഡം. അയ്യോ. എന്താ ഡോക്ടർ പ്രശ്നം? സിസ്റ്ററെ, ഈ പേഷ്യന്റിന്റെ പ്രഗ്നൻസി റൈറ്റ് സൈഡ് ട്യൂബിലാണ്. അപ്പോ പ്രഗ്നൻസി വളരുമ്പോ ട്യൂബ് വളരെ ചെറുതല്ലേ, അത് പൊട്ടും. അങ്ങനെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പൊ വളരെ എമർജൻസി ആയിട്ട് നമുക്ക് സർജറി ചെയ്ത് റൈറ്റ് സൈഡിലെ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വരും. അയ്യോ ഡോക്ടർ, എനിക്ക് അവരെ അറിയാവുന്നതാണ്. പക്ഷെ ട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റുമോ? അല്ല ലിജി സിസ്റ്ററെ, നമുക്കിപ്പോ റൈറ്റ് സൈഡ് ആണ് ട്യൂബ് പ്രഗ്നൻസി ഉള്ളത്, അപ്പൊ അതാണ് റിമൂവ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ട്യൂബ് ഓക്കെ ആണെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷെ ഫോളോ അപ്പ് വേണ്ടി വരും. പിന്നെ അവർ നെക്സ്റ്റ് ടൈം പ്രഗ്നന്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് ട്യൂബിലല്ല പ്രഗ്നൻസി എന്നുള്ളത് ഉറപ്പാക്കണം. ഒരു തവണ ട്യൂബൽ എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ടുള്ള ആൾക്കാർക്ക് നെക്സ്റ്റ് ടൈമും എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ടാണ് പ്രഗ്നന്റ് ആയ ഉടനെ തന്നെ സ്കാൻ ചെയ്ത് പ്രഗ്നൻസിയുടെ ലൊക്കേഷൻ കൺഫേം ചെയ്യണമെന്ന് പറയുന്നത്.